ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടി ഒരു ചട്ടി എടുത്ത് സ്റ്റൗവിൽ കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ ഒന്ന് കടുക് പൊട്ടിക്കാം. മെഴുക്ക് പുരട്ടിക്ക് ചിലർ കടുക് പൊട്ടിക്കാറില്ലെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇച്ചിരി കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള സവോളയും ഒരു പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റണം. ജസ്റ്റ് ഒന്ന് വഴണ്ട് ഒരു കളറ് മാറി വരണം. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചാണോന്നുമില്ല, അത് വാടിയാൽ മതി. കുറച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. കുറച്ച് വയ്ക്കാം. നമുക്ക് അപ്പോഴത്തേക്കും സ്റ്റൗവിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ആ ടൈമിൽ നമുക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ്, അത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തലൊക്കെ മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാവേ. അതൊന്ന് വഴണ്ടൊന്ന് എന്തൊരു മണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും മണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് തട്ടി കൊടുക്കാം. വഴുതനങ്ങ തട്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യാം. നോക്കിയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്താൽ മതി. അപ്പം ആ ഒരു ടൈമിലാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് കുരുമുളക് പൊടിയും ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ചിട്ടാൽ മതി. കൂടുതലായിപ്പോയാൽ അത് മഞ്ഞളിൻ്റെ ഒരു ചുവയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. എരിവ് കുറവുള്ളവർക്ക് ആണെങ്കിൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിനൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ നല്ല രീതിയിൽ അങ്ങ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകമാണോ എന്ന് നോക്കി നമ്മൾ എടുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.